കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ സിപിഎം സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സമരത്തിൽ ജനലക്ഷങ്ങൾ കണ്ണികളായി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് SRP ആദ്യ കണ്ണിയും രാജ്ഭവന് മുന്നിൽ യെച്ചൂരി അവസാന കണ്ണിയുമായി. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് മുതൽ രാജ്ഭവൻ വരെയുള്ള 1000 കിലോമീറ്ററിലാണ് ജനലക്ഷങ്ങൾ പ്രതിരോധ നിര തീർത്തത്. വിശദാംശങ്ങളുമായി സുനിൽ അരിമാനൂർ സ്റ്റുഡിയോയിൽ ചേർന്നു. സുനിൽ, വിശദാംശങ്ങൾ. ധന്യ, അക്ഷരാർത്ഥത്തിൽ ജനകീയ പങ്കാളിത്തം കൊണ്ട് ചരിത്രത്തിലേക്ക് എഴുതി ചേർത്ത ഒരു സമരമായി തന്നെ ഇന്നത്തെ ജനകീയ പ്രതിരോധം മാറിയിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം വിവിധ മേഖലകളിൽ നിന്ന് 1000 കിലോമീറ്റർ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ കേന്ദ്രീകരിച്ചുള്ള 1000 കിലോമീറ്ററിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തിരിക്കുന്നു. ജനകീയ പങ്കാളിത്തമാണ് ഈ ഒരു സമരത്തിൻ്റെ ഏറ്റവും ഉയർത്തിക്കാട്ടേണ്ട ഒരു സവിശേഷതയായി പറയേണ്ടത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് ഈ സമരത്തിൽ അണിചേർന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, കാർഷിക വിരുദ്ധ നയങ്ങൾ, പെൻഷൻ അട്ടിമറിച്ചതുൾപ്പെടെയുള്ള ജനദ്രോഹ നയങ്ങൾക്കെതിരെയായിരുന്നു CPM ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. രാജ്ഭവന് മുന്നിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPM അടക്കമുള്ള പ്രതിപക്ഷം കേന്ദ്രത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അത് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഫലിച്ചു നിൽക്കുന്നു. BJP സർക്കാർ നേരത്തെ പറഞ്ഞത് കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് RSSന്റെ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് പൊതുവിതരണ മേഖലയെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരായി കേന്ദ്ര സർക്കാരും ഒപ്പം സംസ്ഥാന സർക്കാരും മാറിയിരിക്കുന്നു എന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി പ്രധാന സേവകനാകും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് മാത്രമായി ആണ് നിലകൊള്ളുന്നതെന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിണറായി വിജയൻ സംസാരിച്ചത്. കേരളം 50 വർഷം പിന്നോട്ട് പോയിരിക്കുന്നു. വികസന കാര്യത്തിലായാലും മറ്റ് ഏതെല്ലാം കാര്യത്തിലായാലും കേരളം പുറകോട്ട് പോയിരിക്കുന്ന ഒരു നിലപാടാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അഴിമതി മാത്രം നിറഞ്ഞു നിൽക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിനുശേഷമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചത്. സംസ്ഥാനത്ത് ആഭ്യന്തരം തന്നെ പൂർണ്ണമായും അവതാളത്തിലായിരിക്കുന്നു. കോൺഗ്രസ്സുകാർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് UDF ഭരണകാലത്ത് വന്നിരിക്കുന്നത്. അക്രമവും കൊലപാതകവും അതുതന്നെയാണ് വഴിവെക്കുന്നതെന്നും പറഞ്ഞു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകൾ ഒത്തുചേർന്നു ഈ സമരത്തിൽ എന്നുള്ളതാണ് കൊല്ലത്തും പത്തനംതിട്ടയിലെയും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയാനുള്ളത്. വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അതുപോലെ സംഘടിത തൊഴിലാളികളുടെ പ്രതിനിധികളൊക്കെ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികളൊക്കെ ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള തങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതിഷേധമായി തന്നെയാണ് ഈ ജനകീയ പ്രതിരോധത്തെ ഏറ്റെടുത്തത്. അതിന് മറ്റൊരു ഉദാഹരണമാണ് സാംസ്കാരിക നായകന്മാരുടെ ഒരു നീണ്ട നിര ഇതിനകത്ത് കാണാൻ സാധിച്ചത് എന്നുള്ളതും ഈ അവസരത്തിൽ പറയുന്നു. ധന്യ. സുനിൽ അരിമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മധ്യകേരളത്തിലെ 5 ജില്ലകളിലായി 422 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടന്ന ജനകീയ പ്രതിരോധ ധർണയിൽ 8 ലക്ഷത്തോളം പേർ അണിനിരന്നു. അഴിമതിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിക്കും ഉമ്മൻചാണ്ടിക്കും ഒരേ ഭാഷയാണെന്ന് കൊച്ചിയിൽ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM PB അംഗം MA ബേബി പറഞ്ഞു. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ടെലിഫോണിൽ ചേരുന്നു. സാലി, മധ്യകേരളത്തിലെ CPMന്റെ ജനകീയ പ്രതിരോധം എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. അഭൂതപൂർവമായ ഒരു ജനമുന്നേറ്റം തന്നെയായിരുന്നു മധ്യകേരളത്തിലെ 5 ജില്ലകളിലും ദൃശ്യമായത്. 422 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇത്തരമൊരു പ്രതിരോധ ധർണ CPM നടത്തിയത്. 8 ലക്ഷത്തോളം പേർ ഈ 5 ജില്ലകളിലായി അണിനിരന്നു എന്ന് വേണം കണക്കുകൂട്ടാൻ. വൈറ്റിലെയായിരുന്നു പ്രധാന സമരകേന്ദ്രമോടെ PB അംഗം MA ബേബി സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് MA ബേബി നടത്തിയത്. പ്രധാനപ്പെട്ട കാര്യം, CPM നേതാക്കൾക്കൊപ്പം സാംസ്കാരിക പ്രവർത്തകരുടെയും മറ്റു പ്രമുഖരുടെയും ഒരു വലിയ നിര തന്നെ ഈ സമരമുഖത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രൊഫസർ MK സാനു, രഞ്ജി പണിക്കർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ KS ഡേവിഡ്, അഡ്വക്കേറ്റ് CP സുധാകര പ്രസാദ് തുടങ്ങി നിരവധി പ്രമുഖർ വൈറ്റിലയിൽ സമരരംഗത്ത് അണിനിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ MC ജോസഫൈൻ അങ്കമാലിയിലും വൈക്കം വിശ്വൻ കോട്ടയത്തും തോമസ് ഐസക് ആലപ്പുഴയിലും സമരത്തിന് നേതൃത്വം നൽകി. ഏതായാലും 5 മണിയോടുകൂടി തന്നെ സമരം അവസാനിച്ചു. എല്ലാ മേഖലകളിലും വലിയ ജനമുന്നേറ്റം തന്നെയാണ് കാണാനായത്.
സാലിം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ജനകീയ പ്രതിരോധത്തിൽ മലബാറിലെ 6 ജില്ലകളിൽ 10 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം SRP ജനകീയ പ്രതിരോധത്തിൽ ആദ്യ കണ്ണിയായി. വിശദാംശങ്ങളുമായി PV കുട്ടൻ ടെലിഫോണിൽ ചേരുന്നു. കുട്ടൻ, എത്ര പേരാണ് മലബാറിൽ നടന്ന ജനകീയ പ്രതിരോധത്തിൽ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്? 10 ലക്ഷത്തിലധികം പേരാണ് CPMന്റെ മലബാറിലെ ജനകീയ പ്രതിരോധ സമരത്തിൽ പങ്കെടുത്തത്. കുട്ടികളും ഉൾപ്പെടെ 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. മഞ്ചേശ്വരത്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം SRP ആണ് ജനകീയ പ്രതിരോധത്തിൽ ആദ്യ കണ്ണിയായത്. PV കുട്ടൻ ടെലിഫോണിൽ ചേരുന്നു. കുട്ടൻ, എത്ര പേരാണ് ജനകീയ സമരത്തിൽ പങ്കെടുത്തത്? സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? എത്രത്തോളം വിജയം മലബാർ മേഖലയിൽ കണ്ടുവരുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ CPM സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം മലബാറിൽ അക്ഷരാർത്ഥത്തിൽ മനുഷ്യമതിലായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. മഞ്ചേശ്വരം ഉപ്പളയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള പ്രതിരോധത്തിന്റെ ആദ്യ കണ്ണിയായി. കേന്ദ്രത്തിൽ കഴിഞ്ഞ 50 വർഷം കൊണ്ട് കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ അഴിമതിയുടെ റെക്കോർഡ് BJP 1.25 വർഷം ഭരിച്ച് ഭേദിച്ചുവെന്ന് S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. മഞ്ചേശ്വരത്ത് നിന്നും പാലക്കാട് ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി വരെ ദേശീയപാതയിൽ 480 കിലോമീറ്റർ ദൂരത്ത് നടന്ന ജനകീയ പ്രതിരോധത്തിൽ 10 ലക്ഷത്തിലധികം ജനങ്ങൾ പങ്കെടുത്തു. 3 മണിയോടുകൂടി തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി വിവിധ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ദേശീയപാതയിലെ സമരത്തിന് പുറമെ വയനാട്ടിലെ 52 കിലോമീറ്റർ ദൂരത്തിലും പാലക്കാട് ഷൊർണൂർ കുളപ്പള്ളി മുതൽ പാലക്കാട് കോട്ട വരെയും ജനങ്ങൾ സമരത്തിൽ അണിചേർന്നിരുന്നു. P കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയവരാണ് കാസർകോട്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, ജില്ലാ സെക്രട്ടറി P ജയരാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കണ്ണൂരിലെ ജനകീയ പ്രതിരോധം. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VB ദക്ഷിണാമൂർത്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. വയനാട്ടിൽ TP രാമകൃഷ്ണനും, മലപ്പുറത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവനും, പാലക്കാട് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലകളിലെ നിരവധി പ്രമുഖരും മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനകീയ പ്രതിരോധത്തിൽ അണിചേർന്നു. PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പീപ്പിളിനോട്. ഇതിന്റെ സന്ദേശം നൽകുന്നതായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. LDFനെ ശക്തിപ്പെടുത്താനും സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് പറഞ്ഞു. LDF, we have decided, the CPIM, that we need to strengthen the LDF and to expand the influence of the LDF. So in the local body elections, normally the practice is that there are adjustments at the local level. That has always happened in Kerala. So that will happen this time also, surely. But the aim is that in the local body elections to send the signal that in the 2016 elections, the LDF is coming back to form the government. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയുടെ അനുമതി. പദ്ധതിക്കെതിരെ 2010-ൽ മന്ത്രാലയം നൽകിയ ഷോക്കേസ് നോട്ടീസ് പിൻവലിക്കാനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പായാൽ അപൂർവ ഇനം സസ്യജീവജാലങ്ങൾ നശിക്കുമെന്നതടക്കം പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തിയ പരാതികൾ വിദഗ്ധ സമിതി തള്ളി. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് ഒരിക്കൽ റദ്ദാക്കിയ പാരിസ്ഥിതിക അനുമതി വീണ്ടും നൽകാനാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. 160 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് 2007 ജൂലൈ 18-ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ പരാതികൾ ഉന്നയിച്ചതിനെ തുടർന്ന് ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രിയായിരിക്കുമ്പോൾ 2010-ൽ KSEBിക്ക് ഷോക്കേസ് നോട്ടീസ് അയക്കുകയും പാരിസ്ഥിതിക അനുമതി റദ്ദാക്കുകയും ചെയ്തു. ഈ നടപടിക്കെതിരെ KSEB സമർപ്പിച്ച അപേക്ഷയിലാണ് അനുകൂല തീരുമാനമുണ്ടായത്. പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും മന്ത്രാലയം നിയോഗിച്ച അലോക് പ്രതി അധ്യക്ഷനായ വിദഗ്ധ സമിതി തള്ളി. ഇക്കഴിഞ്ഞ മാസം 20-ന് ചേർന്ന വിദഗ്ധ സമിതിയുടെ മിനിറ്റ്സ് ആണിത്. ആതിരപ്പള്ളി പ്രദേശത്ത് 28.4 ഹെക്ടർ ഭൂമി വെള്ളത്തിനടിയിലാകുമ്പോൾ അപൂർവ ഇനം സസ്യജാലങ്ങൾ നശിക്കുമെന്ന് പ്രധാന പരാതിയായി ലഭിച്ചതായി മിനിറ്റ്സിൽ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരൊറ്റ ജീവജാലങ്ങളും നശിക്കില്ലെന്ന് പഠനത്തിൽ വ്യക്തമായതായി സമിതി ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമായ ജലം പ്രദേശത്തുണ്ട്. ആതിരപ്പള്ളി പ്രദേശത്ത് ആദിവാസി കുടുംബങ്ങളൊന്നും താമസിക്കുന്നില്ല. അതിനാൽ ആദിവാസികളെ പുനരധിവസിപ്പിക്കേണ്ടി വരുമെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും മിനിറ്റ്സിൽ പറയുന്നുണ്ട്. പദ്ധതിക്കെതിരെ KSEBിക്ക് നൽകിയിരിക്കുന്ന ഷോക്കേസ് നോട്ടീസ് പിൻവലിക്കാനും സമിതി ശുപാർശ ചെയ്തു.
വിദഗ്ധ സമിതി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് NCCയുടെ പരിശീലനത്തിനിടെ കോളേജ് വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി ധനുഷ് കൃഷ്ണനാണ് മരിച്ചത്. വാർഡ് വിഭജനത്തിൽ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയേക്കും. മുഖ്യമന്ത്രി ലീഗ് മന്ത്രിമാരുമായി നടത്തിയ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായതായി സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള യോഗശേഷമാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനത്തിൽ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ അപ്പീൽ പോകണമെന്ന തീരുമാനമാണ് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം സ്വീകരിച്ചത്. വാർഡ് വിഭജനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകണമെന്നാണ് ലീഗ് നിലപാട്. ലീഗലായി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ആൻസറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും കോടതിയിൽ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പീൽ നൽകണമെന്ന നിലപാട് പിന്നീട് ലീഗ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടറിയിച്ചു. അപ്പീലിന് നിയമസാധുതയുണ്ടെന്ന അഭിപ്രായത്തിനാണ് നിയമമന്ത്രിയും AGയും പങ്കെടുത്ത യോഗത്തിൽ ഉയർന്ന നിലപാട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നീട്ടരുതെന്ന് KPCC സർക്കാർ ഏകോപന സമിതി യോഗം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് സമയത്തിന് നടത്തുക എന്നുള്ളത് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായമാണ്. അത് നീണ്ടുപോകുന്നതിനോട് പാർട്ടി യോജിക്കുന്നില്ല. എന്നാൽ വാർഡ് വിഭജനത്തിനെതിരെ അപ്പീൽ നൽകണമെന്ന നിലപാട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാനിടയില്ല. ഇതോടെ വൈകിട്ട് മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള യോഗം നിർണായകമാകും. ഈ യോഗശേഷമാകും മുഖ്യമന്ത്രി അന്തിമ തീരുമാനവും പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചാൽ ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് നേരത്തെ നിലവിലുണ്ടായിരുന്ന വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ നിലവിലുള്ള വാർഡുകൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടത്. പക്ഷേ വരുന്നിടത്തോളം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനാണ് ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിനുള്ള എല്ലാ കുതന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തെ ഗവൺമെന്റ് നേരിടേണ്ടതായിട്ട് വരും. അവയവദാനത്തിൽ പുതിയ ചരിത്രം എഴുതി കേരളം. മസ്തിഷ്ക മരണം സംഭവിച്ച 19-കാരന്റെ ഹൃദയവും ശ്വാസകോശവും കൊച്ചിയിൽ നിന്ന് ചെന്നൈയിൽ എത്തിച്ച് ശസ്ത്രക്രിയ വഴി രോഗിയിൽ ചേർത്തു. ഇതാദ്യമായാണ് കേരളത്തിന് പുറത്തെ ആശുപത്രിയിൽ അവയവങ്ങൾ എത്തിക്കുന്നത്. അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ആലപ്പുഴ സ്വദേശി പ്രണവിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഹൃദയവും ശ്വാസകോശവും ചെന്നൈയിലെ ഫോർട്ടിസ് മലർ ആശുപത്രിയിലെ രോഗിക്കായാണ് കൊണ്ടുപോയത്. വൃക്കകളും കരളും കണ്ണുകളും സംസ്ഥാനത്തെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കായി നൽകി. ഞങ്ങളുടെ മകൻ എന്തായാലും മരിച്ചു പോകുന്ന ഞങ്ങൾക്കറിയാം. അത് ആ മോൻ്റെ അവയവങ്ങൾ കൊണ്ട് 5 ആൾക്കാർക്ക് ജീവൻ കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വലിയ ദാനമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ചെയ്തേക്കണേ. ഫോർട്ടിസ് ആശുപത്രിയിൽ നിന്നുള്ള 13 അംഗ ഡോക്ടർമാർക്കൊപ്പം ലേക്ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. 12 മണിയോടെ ഹൃദയവും ശ്വാസകോശവുമായി ആംബുലൻസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പാഞ്ഞു. വിമാനത്താവളം വരെയുള്ള ദൂരം കൊച്ചി ട്രാഫിക് പോലീസ് സുരക്ഷിത പാതയൊരുക്കി കാത്തു. 28 മിനിറ്റ് കൊണ്ട് നെടുമ്പാശ്ശേരിയിലെത്തിച്ച അവയവങ്ങൾ തയ്യാറാക്കി നിർത്തിയ സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. വേർപ്പെടുത്തിയ ഹൃദയം 4 മണിക്കൂർ കൊണ്ട് സ്വീകർത്താവിൽ ചേർക്കണം. വെല്ലുവിളികൾ നിറഞ്ഞ ആദ്യ മണിക്കൂറുകൾ മറികടന്ന് ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ പ്രാർത്ഥനയോടെ കാതോർക്കുകയാണ് കേരളം. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ കേരളം അതിർത്തികൾ മായ്ച്ചെഴുതിക്കൊണ്ട് പുതിയ ചരിത്രം എഴുതുകയാണ്. ഒരു കുടുംബത്തിൻ്റെ സമാനതകളില്ലാത്ത മഹാമനസ്കത കൂടി ആ ചരിത്രത്തിനൊപ്പം എഴുതി ചേർക്കപ്പെടേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻമാരായ മുഹമ്മദ് ഇർഫാനോടും രഞ്ജിത്ത് രാജകുമാരിക്കുമൊപ്പം ഡാനി പോൾ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സൂപ്പർ മാർക്കറ്റായ നാസ് കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. നടൻ ദുൽഖർ സൽമാൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം നിർമ്മിക്കാനുള്ള എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് നാസിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു.